ഐഷ ചോല എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാ. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള മലമക്കാവ് ചോലയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ചോലയ്ക്ക് പോകാൻ കുറേ പേർക്ക് വഴി അറിയത്തില്ല. അപ്പോൾ വഴിയൊക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. വെള്ള ടാങ്കിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് റോഡ് പോയാൽ മതിയേ. റൈറ്റിലേക്ക് റോഡുണ്ട്, റൈറ്റിലേക്കുള്ള റോഡല്ല, സ്ട്രെയിറ്റ് പോവുക. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ടേണിംഗ് ആയിട്ടാണ് കാണാം. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോവാം, സ്ട്രെയിറ്റും പോവാം. പക്ഷെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കുറേ വളഞ്ഞു പോകണം. നമുക്ക് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചോലയിലെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് ഉണ്ടോ, ഒരു ബ്ലൂ പെയിൻ്റ് അടിച്ച വീട്, അവിടുന്ന് നായ വരുന്ന റോഡ് കേട്ടോ. ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്, ആ റോഡ് പോയി കഴിഞ്ഞാൽ എളുപ്പം എത്താൻ പറ്റും. കുറേ പേർക്ക് അറിയാം, എന്നാലും കുറേ പേർക്ക് വഴി അറിയത്തില്ല. കാരണം കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളെടുക്കാൻ പോണേ. നമ്മൾ ചോലയ്ക്ക് പോണ വഴി കണ്ടതാട്ടോ. അവിടെ ഒരു കോറിയായിരുന്നു പണ്ട് കാലത്തൊക്കെ, കല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നൊരു കോറിയായിരുന്നു. അതിപ്പോൾ യൂസ് ചെയ്യൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മഴ പെയ്തപ്പോൾ കോറിയിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുള്ളതാട്ടോ. അങ്ങനെ ഞങ്ങൾ ചോലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കണ്ട. എനിക്ക് പനിയും ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുക. അതുകൊണ്ടാട്ടോ സൗണ്ട് ഇങ്ങനെ. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മളിതൊക്കെ ആദ്യമായിട്ടല്ലേ. പിന്നെ ഞങ്ങളിങ്ങനെ ചോലയ്ക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ ഉൾവഴി കൂടെ ഒക്കെയാണ് പോകേണ്ടത്. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. കുറേ ഇടവഴി കൂടെ ഒക്കെ ഇങ്ങനെ പോകണം. ഇത് ശരിക്കും പറഞ്ഞൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മളെ നാട്ടിലുള്ള തന്നെ ഒരു ചേട്ടൻ്റെ സ്ഥലമാണ്. ചേട്ടൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ അച്ഛനൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉൾവഴി കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകണം. നടന്നു പോകുമ്പോൾ തന്നെ നല്ല രസമാണ്. ചുറ്റിലും രണ്ട് സൈഡിലും ഫുള്ള് കാടാണ്. അവിടെ തൊട്ടടുത്തപ്പോൾ ഞങ്ങൾ നടന്നില്ലേ, അവിടെ ഒരു പനൊക്കെ വീണിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഈ മതിലിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ടായിരുന്നു കഴിഞ്ഞ വട്ടം പോയപ്പോൾ. കഴിഞ്ഞ കൊല്ലമല്ല കേട്ടോ, ഈ ഒരു സീസണിൽ തന്നെ ഒരു 2-3 ദിവസം മുന്നേ. അങ്ങനെ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. ആ കുളം കഴിഞ്ഞിട്ടും അടിയിലേക്ക് ഇങ്ങനെ പോകണം. എനിക്ക് വയ്യാത്തതുകൊണ്ട് 2 ദിവസം ഞാൻ ഫുൾ പനിച്ച് കിടക്കായതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഒന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കുറേ വട്ടം പോയതുകൊണ്ട് ഇവരൊക്കെ കാണിച്ചെടുക്കാനുള്ളൊരു മൈൻഡിന് ആ ചെറുത് നടക്കുന്നുണ്ടില്ലേ, അതിന് ലാസ്റ്റ് വെള്ളത്തിൽ നിന്ന് എടുത്തോണ്ട് ഞങ്ങൾ പെട്ട പാടിൻ്റെ പൊന്നെ. എല്ലാവരും ഇങ്ങനത്തെ ഉണ്ടോ, പാറകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാനും കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത് നന്നായി ശ്രദ്ധിക്കണം. മീൻസ് ഓരോ സ്ഥലത്തൊക്കെ കുഴികളൊക്കെ ഉള്ളത്, ചില സ്ഥലത്തൊക്കെ നല്ല ആഴമുണ്ട്. അപ്പോൾ എവിടെയാണെന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ നടക്കണം. എനിക്ക് നീന്തറിയോ? നീന്ത്. ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിലും അടിയിലൊക്കെ വലിയ വലിയ പാറക്കല്ലും പൊട്ടുകല്ലുകളൊക്കെ. അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ കാലുമ്മ മുറിയാവാനും കാല് സ്ലിപ്പാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കാല് അമർത്തി ചവിട്ടി വേണം നടക്കാൻ. എത്ര എക്സ്പെർട്ടാണെന്ന് പറഞ്ഞാലും വീഴും. ഞാനൊക്കെ അതിൽ വീണതിന് കൈയും കണക്കില്ല. സൗണ്ട് കേട്ടോ നിങ്ങൾ ചോലയുടെ. അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഏറ്റവും താഴത്തേക്ക് വന്നു കേട്ടോ, വെള്ളച്ചാട്ടം കാണാൻ. താഴെ നല്ല വെള്ളച്ചാട്ടമല്ല. അങ്ങനെ ഇരിക്കുന്ന കുരങ്ങനല്ലേ, മോണ്ടനാണ് അവൻ. അവിടെ കുറേ വള്ളികളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ പിടിച്ച് തൂങ്ങിപ്പോയിക്കുക. കണ്ടാ വരുന്നു നോക്കിയേ. അവിടെ ഫുള്ള് കല്ലും മുള്ളും ദേ കുറേ മരങ്ങളൊക്കെ വീണെടുക്കുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ വേണം കേട്ടോ നടക്കാൻ. എൻ്റെ ചെരുപ്പാണെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകണ ടൈപ്പ് ചെരുപ്പ്. എങ്ങനെയൊക്കെയോ അങ്ങോട്ട് എത്തിയ. എങ്ങനെയുണ്ട് ഐഷ? ചോല എങ്ങനെയുണ്ട് പറയും. രസമുണ്ടോ? ഓക്കെ. ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇതിൽ നല്ലൊരു കുഴിയുണ്ട്. കാരണം പെട്ടെന്നൊക്കെ കാല് വയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ വീഴും. ഞങ്ങളെ കൂടെ ഉള്ളപ്പോൾ ഒരാൾ വീണിട്ടുണ്ട്. അതുകൊണ്ട് പറയണേ ശ്രദ്ധിക്കണം കേട്ടോ. അവള് വരുന്നില്ല, വെള്ളത്തിലിരിക്കന്നെ. വാടി
അങ്ങനെ ഒരു വിധത്തിൽ അവളായിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്നു ചോല? പൊളിയായിരുന്നു. ഇരുട്ടായില്ലേ? ഇപ്പോഴും കുറെ പേര് വന്നോണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, ചത്ത് ഗൈസ്. നോക്കി ഇറങ്ങണ. അതെ, പോയി വേഗം ഇറങ്ങിട്ട് പോരെ. സൂക്ഷിച്ച് നിങ്ങൾക്ക് ഇറങ്ങണോ? മതിയായ വേണ്ട, അത് വെള്ളം കുറവാ. വീഴല്ലേ. ആരത്? ആയിഷ വീഴണ്ടട്ടോ. എക്സ്പീരിയൻസ് നല്ല വെള്ളച്ചാട്ടം എന്നും വരണം എന്നൊക്കെ ഉണ്ട്. അതെ. സീത എങ്ങനെയുണ്ട്? ചോല എങ്ങനെയുണ്ട്? സൂപ്പർ. ഞങ്ങളങ്ങനെ പോയി വന്ന് ഞങ്ങൾ വീട്ടിൽ പോകുകയാണ്. വീട്ടിൽ വന്നു. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.